സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി കൊട്ടാരക്കരയിൽ ഉടൻ പ്രവർത്തനം തുടങ്ങും. സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര BSNL കെട്ടിടത്തിൽ 250 പേർക്ക് ജോലി ചെയ്യാം. വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും. ഒരു വർഷത്തിൽ 500 പേർക്കും 5 വർഷത്തിൽ ചുരുങ്ങിയത് 5000 പേർക്ക് ജോലി ചെയ്യാവുന്ന കേന്ദ്രമായി കൊട്ടാരക്കര മാറും. രാമനാട്ടുകരയിലും കളമശ്ശേരിയിലും വർക്ക് നിയർ ഹോം സംവിധാനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മൈഗ്രേറ്റ് ചെയ്യുന്നത് തടയാൻ നാട്ടിലിരുന്നിട്ട് ലോകത്തെവിടെയും ജോലി ചെയ്യാൻ പറ്റും. പല വൻ നഗരങ്ങളിലും ഇപ്പോൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ട്രാഫിക് തടസ്സം, വലിയ തോതിൽ യാത്രാ ബുദ്ധിമുട്ടുകൾ, വലിയ വാടകയാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. വൻ നഗരങ്ങൾ പലപ്പോഴും നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ ചെറുപട്ടണങ്ങളിലും മറ്റും ആ പ്രശ്നങ്ങളില്ല, നഗരങ്ങളിൽ ആ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ സാഹചര്യത്തിനകത്ത് നിന്ന് വീട്ടിൽ പ്രായമായ രക്ഷകർത്താക്കൾ കാണും, അല്ലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ, കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവരുണ്ട്, ഭാര്യയും ഭർത്താവും പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, വീടിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വീടിനടുത്ത് തന്നെ തങ്ങളുടെ അന്തരീക്ഷത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നൊരവസരം, ആധുനിക സൗകര്യങ്ങളും മറ്റ് പശ്ചാത്തല സൗകര്യം ഉണ്ടെങ്കിൽ അതിനേക്കാളും മെച്ചമായൊരു സാഹചര്യമില്ല. ആ സാഹചര്യം വലിയ തോതിൽ ഉയർന്നു വരുന്നു. മറ്റ് രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്നതുൾപ്പെടെ തൊഴിലിടങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനും വർക്ക് നിയർ ഹോം വഴിയൊരുക്കുമെന്ന് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി അതുല്യ ബാലചന്ദ്രൻ തന്റെ പ്രതീക്ഷ പങ്കുവച്ചു. ഇമിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പലരും. അത് പലതരത്തിലുള്ള എക്കണോമിക് പ്രോബ്ലംസിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വരുന്നത് വഴി അത്തരം പ്രതിസന്ധികൾ നീക്കപ്പെടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന പരിമിതിയെ മറികടക്കാൻ വർക്ക് നിയർ ഹോമിന് കഴിയും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള സംരംഭങ്ങൾക്കും വിദൂരമായിരുന്ന ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വർക്ക് സ്പേസ് ശൃംഖല കോവർക്കിംഗ് ഗ്രൂപ്പുകൾ ഏറ്റെടുക്കും. ഇപ്പം നമ്മൾ മെയിൻലി ഇത് ഓപ്പറേറ്റ് ആൻഡ് മാനേജ് ആൻഡ് സെയിലിംഗ് ആണ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു എംപ്ലോയിക്ക് ജസ്റ്റ് ഒരു ലാപ്ടോപ്പായിട്ട് വന്നാൽ മതി. ബാക്കിയുള്ള എല്ലാ സർവീസസും ഇവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. അതായത് ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, കോഫി, ടീ, വാട്ടർ, മെയിൻ്റനൻസ്, ഹൗസ് കീപ്പിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, റിസപ്ഷൻ സർവീസ്. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് റിസപ്ഷൻ വെക്കണമെന്നില്ല, നമ്മൾ സ്റ്റാഫ് തന്നെ ഉണ്ടാവും. സോ എംപ്ലോയി ജസ്റ്റ് ജോലി മാത്രം നോക്കുക, അല്ലെങ്കിൽ എംപ്ലോയർ ഓണർ ആണെങ്കിൽ ജോലി മാത്രം നോക്കുക. ബാക്കിയുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളായിരിക്കും. സ്റ്റാർട്ടപ്പുകൾ, ഫ്രീലാൻസ് തൊഴിലിൽ ഏർപ്പെടുന്നവർ, ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ, സ്വന്തമായി ചെറു സംരംഭങ്ങൾ നടത്തുന്നവർ തുടങ്ങിയവർക്ക് സൗകര്യപ്രദമായും സുഖകരമായും ജോലിയിൽ ഏർപ്പെടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർക്ക് നിയർ ഹോം പദ്ധതിയിൽ ലഭ്യമാക്കും. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് അധ്യക്ഷനായി. വർക്ക് നിയർ ഹോം വെബ്സൈറ്റ് പ്രകാശനം ജില്ലാ കളക്ടർ N. ദേവിദാസ് നിർവഹിച്ചു. കെ-ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.